ഹായ്, ഇന്ന് നമ്മളെ പരിപാടി എന്താ വെച്ചാൽ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ്. പരിസരമൊക്കെ ഒന്ന് അടിച്ചു വാരി ചുറ്റുവട്ടമൊക്കെ ഒന്ന് ക്ലീനാക്കി മൊത്തം ഒന്ന് മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട്. 2 ദിവസം മുന്നേ മഴ ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ അടിവാരത്ത് ഷോപ്പ് പോയിട്ട് അവിടുന്ന് പുല്ലിന് അടിക്കുന്ന മരുന്ന് വാങ്ങിച്ചിരുന്നു. അത് മൊത്തം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ്. പിന്നെ മൊത്തത്തിൽ പുല്ലൊക്കെ കരിഞ്ഞ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. കിണറിന് ചുറ്റും അതേപോലെ നമ്മുടെ മുറ്റത്തൊക്കെ പുല്ലുണ്ടായിരുന്നു. പുല്ലൊക്കെ മൊത്തം ഉണങ്ങി, വേരടക്കം ഉണങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ മുൻവശത്തുള്ള ഒരു ചെറിയ മതിലുണ്ട്, ആ മതിലും നമ്മളെ മുൻപിലെ റോഡും ഒക്കെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായി, നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ മിറ്റടിക്കാനും അതേപോലെ മൊത്തത്തിൽ പരിസരം ചുറ്റുവട്ടമൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. ആ മരുന്ന് ഭയങ്കര പവർ മരുന്നാട്ടോ, നല്ല കണ്ടീഷൻ സൂപ്പർ മരുന്നാണ്. ഈ ബാക്ക് വശത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് പുല്ലായിരുന്നു. അപ്പോൾ ഈ മരുന്ന് അടിച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടേ ഉള്ളൂ. ഒരു 2 മണിക്കൂർ മഴ ഇല്ലാതിരുന്നാൽ ഈ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കാണും. അതേപോലെ എപ്പോഴും നമ്മൾ ഇത് കൊടുവാള കൊണ്ട് വീശിയും കണ്ടും കൈക്കോട്ടുകൊണ്ട് ചെത്തിയും കണ്ടൊക്കെ ഒഴിവാക്കലായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ ഇങ്ങനെ പുല്ല് നിറയും. അപ്പോൾ നമ്മളിതിങ്ങനെ ക്ലീൻ ആക്കലായിരുന്നു. ഇപ്പോൾ ഈ മരുന്ന് അടിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് എന്തായാലും നിങ്ങൾ 1 മാസത്തേക്ക് ഒന്നും ചെയ്യണ്ട എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പുല്ല് പൊന്തും കേട്ടോ. പുല്ലെന്തായാലും പൊന്തും. എന്തായാലും നമ്മൾ കൈക്കോട്ട് കത്തി ഒക്കെ എടുത്തിട്ട് നമ്മൾ ക്ലീൻ ആക്കുന്നതിനെക്കാട്ടിയും ഒരുപാട് മാറ്റം ഉണ്ടാവും നമ്മൾ മരുന്നടിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളെ പരിസരം വൃത്തിയാക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് വാവ പറഞ്ഞത് നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന്. അപ്പോൾ വേറെ എവിടെയല്ല കേട്ടോ, നേരെ മാമൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ നേരെ ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് പോവാണ്. MT ഹൗസ് ഗേറ്റിന് മുമ്പ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, MT ഹൗസ്. അപ്പോൾ ഗേറ്റൊക്കെ തുറന്ന് ഉള്ളിൽ കയറി. അങ്ങനെ നോക്കുമ്പോൾ പുറത്തൊന്നും ഒരനക്കവും ഇല്ല, ആരെയും കാണുന്നില്ല. സാധാരണ ഈ ഒരു സമയത്ത് അവരവിടെ ഉണ്ടാവാറുണ്ട്. സിറ്റ് ഔട്ടിലൊന്നും ആരുമില്ല. അങ്ങനെ നേരെ പോയി ബെല്ലടിച്ച് നോക്കിയിട്ടും ഒരനക്കവും. അങ്ങനെ കുറച്ച് നേരം അതിലങ്ങനെയൊക്കെ ചുറ്റിപ്പറ്റി നടന്നു. നേരെ പുറകിലായിട്ട് പോയിട്ടുണ്ട്. വാവ നേരെ പുറകിലോട്ട് പോയിട്ടുണ്ട്. അടുക്കള ഭാഗത്തുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നേരെ അങ്ങോട്ട് പോയത്. അവളിതാ പോകുന്ന നേരെ പോയി അടുക്കള ഭാഗത്ത് പോയിട്ട് അവിടെ നിന്ന് കുറേ വിളിച്ചു, അമ്മായി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആരെയും കാണുന്നില്ല. അവസാനം അവിടെ ഒരു ചെറിയ ഊഞ്ഞാലുണ്ട്, അതിൻ്റെ മുകളിൽ കയറിയിട്ട് കുതിര കളിക്കുകയാണ്. കുട്ടികൾ കളിക്കുന്ന ഊഞ്ഞാലാട്ടോ. അവിടെ ചെറിയ പിള്ളേരുണ്ട്. അമ്മോൻ്റെ മകളെ കുട്ടികൾ വരുമ്പോൾ അവർ ഊഞ്ഞാലാടുന്ന ചെറിയൊരു ഊഞ്ഞാലാണ്. അപ്പോൾ അതിൽ കയറിയിരുന്ന് മൂപ്പത്തി അങ്ങനെ ഊഞ്ഞാലാടാനുള്ള പരിപാടിയാണ്. പക്ഷെങ്കിൽ ഒരുപാട് താഴ്ന്നിട്ടാണ് ഈ ഊഞ്ഞാൽ കെട്ടിയത്. സംഭവം വലിയ ലോങ്ങിലല്ല, അതുകൊണ്ട് ഇത് ഒരു കംഫർട്ടബിൾ അല്ല. ആട്ടത്തിനൊന്നും ഒരു ഉഷാർ കിട്ടൂല. അവസാനം മൂപ്പത്തി എന്ത് ചെയ്തു വെച്ചാൽ നേരെ അതിൽ കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. ഇത് കിടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു. നേരെ അതിൽ കയറി കിടക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കിടന്നൊക്കെ റെസ്റ്റൊക്കെ ചെയ്ത് എണീച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. ഇനിയിപ്പം ഇവിടെ ആരുമില്ല, ഇവിടെ നിന്നിട്ടൊന്നും കാര്യമല്ല. ഇവരെ അവിടെ പോയിട്ടുണ്ട്. നേരെ ഞങ്ങൾ ഗേറ്റ് വഴി പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് അടിക്കണം. പുതിയ വീഡിയോ വീണ്ടും വരും പുതിയ വിശേഷങ്ങളുമായിട്ട്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.